യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡേറ്റ് സമയവും എടുത്തു വെക്കുക. നമ്മൾ ദേവി മഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി, ശരിക്കും പറഞ്ഞാൽ കർക്കിടകം പിറന്ന മുതൽ വളരെയേറെ മോശമായ അനുഭവങ്ങൾ നമ്മളെ കേരളത്തിനും ഭാരതത്തിനാകെയും കണ്ടുവരുന്നുണ്ടല്ലോ. അത് ലോകത്തിലേക്കും മൊത്തം. ഇപ്പം ജപ്പാനിലും വലിയ ഭൂകമ്പം വരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലോകത്തിലും മൊത്തം എന്തോ ഒരു നാശം വന്നതുപോലെയുള്ള അവസ്ഥ. രാജ്യം തന്നെ ചെറിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതായിട്ട് തോന്നുന്നു. ശത്രുക്കളുടെ പുറത്തുള്ള ശത്രുക്കൾ അവസരം വാർത്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാരതത്തിൻ്റെ പ്രത്യേകത പരാശക്തിയുടെ അനുഗ്രഹമാണ്. അത് ഈ ഭാരതത്തിന് മാത്രമുള്ള ഒരു സ്പെഷ്യലായ അനുഗ്രഹമാണത്. അതിൻ്റെ കാരണങ്ങളൊന്നും വ്യക്തമായി പറയാൻ അറിയില്ല, പക്ഷെ അങ്ങനെയൊന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാശക്തിയെ അകമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം സമയത്തെ കരണീയമായിട്ടുള്ളത്. കാരണം അതിനെ നേടാൻ, അതിനെ മറികടക്കാൻ മറ്റുള്ളവർക്കാർക്കും സാധിക്കില്ല എന്നുള്ളത് അനുഭവം കൊണ്ട് നമ്മുടെ രാജ്യം ലോകത്തിന് പലതവണ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കോൾ ഉണ്ട്, ശേഷം ഇതിലേക്ക്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? വടകര. എവിടെ? വടകര. വടകര. ആ, പറയൂ. 2004 ഓക്കെ. ജൂലൈ 8, സമയം 2:20. ഹലോ. ആ, നോക്കുന്നുണ്ട്. 2:20 പകല്. ആ, ഉത്രട്ടാതി. ഓ, ആരുടേതാണ്? ചെറുമോൻ്റെ. ഓ, എൻ്റെ മകളെ മകൻ്റെ. ഓ, ശരി ശരി. ഇപ്പം നടക്കുന്നത് ബുധൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ്. ആ, പഠിക്കുകയല്ലേ? ആ, പഠിക്കുമെന്നൊരു പഠിപ്പിനൊന്നും ഇപ്പൊ അത്ര താല്പര്യം കാണുന്നില്ല. കോളേജിൽ പോകുന്നില്ല, ഇടക്കിടക്ക് പോവില്ല. ഇങ്ങനത്തെ ഒരു കളിയാ. അത് അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ദശ കൊണ്ട് നല്ലതാണ്. പക്ഷേ ഏരശനിയുടെ ദോഷം ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കളികളുണ്ടാവും. ഈ ഉത്രട്ടാതിക്കും രേവതിക്കൊക്കെ ഇപ്പം അത്ര നല്ല സമയമൊന്നുമല്ല. ഏരശനിയുടെ ദോഷങ്ങൾ കുട്ടികൾക്ക് ഒരു ബുദ്ധിക്കൊരു വേണ്ടത്ര ഉണർവില്ലാത്ത രൂപത്തിലുള്ളൊരു കളിയുണ്ട്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മാറ്റം ഉണ്ടാവും. അങ്ങനെ അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടിയാണോ? ഓ, ആണ്. അല്ല, ദൈവികമായിട്ടൊക്കെ താല്പര്യമുണ്ടോ? ഓ, നല്ല താല്പര്യം. എന്നാ അങ്ങനെ എപ്പോഴും എല്ലാം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പരിഹാരം വേണമെന്ന് ചോദിച്ചു നോക്കൂ. പരിഹാരം ചെയ്താൽ അതിന് മാറ്റം ഉണ്ടാവും. ചില ആളുകൾക്ക് ഏരശനി ഇവിടെ ജാതകപ്രകാരം സൂര്യനും ശനിയും കൂടി യോഗം ചെയ്യുക, അത് പൈശാച യോഗം കൂടിയാണ്.
അത്തരം വ്യക്തികളെ ശ്രദ്ധിക്കണമെന്നും പറയും. അവർ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും പ്രതികരിക്കുകയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോരാതെ ഇപ്പോൾ ഏറെ ശനിയുടെ ദോഷവുമുള്ള നല്ലൊരു സമയമാണ്. മോനാണ്. അങ്ങനത്തെ ഒരു കളിയോ ഒന്നും ഇല്ലാത്തതാ അത്. അങ്ങനെ ഇപ്പൊ അങ്ങനത്തെ ഒരു കളിയും ഒന്നുമില്ല. നല്ല സ്വഭാവമുള്ള മോനാ. പക്ഷെ ചിലപ്പോ പഠിപ്പിനൊരു കുറച്ചൊരു താല്പര്യക്കുറവും ഇപ്പോ. അതെ, അത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ജാതകത്തിൽ തന്നെ ശനി പിഴച്ചു നിൽക്കുന്നവനാവുമ്പോൾ ഏറെ ശനി നന്നായിട്ട് ബാധിക്കും. അതാണ്. നല്ല നിലയിൽ പഠിച്ച് മുമ്പോട്ട് പോയാൽ വലിയ ജോലിയൊക്കെ കിട്ടാനുള്ള യോഗമുള്ള ഒരുത്തൻ തന്നെയാണ്. പക്ഷേ സ്വയം അതിനു വേണ്ടിയുള്ള താല്പര്യത്തോടു കൂടി മുമ്പോട്ട് പോകണ്ടേ? അത് പോവാൻ ഈ സമയം അവയാളെ തടസ്സപ്പെടുത്തും. അതാണ് പ്രശ്നം. അതാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. പിന്നെ ശബരിമലയിൽ പോകുന്നതൊക്കെ നല്ലതാണ്. ഗണപതിയുടെ ക്ഷേത്രത്തിൽ അതേപോലെ ഗണപതിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്താം. വടകര ഏതാണ്, അതേപോലെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിന്റെ കാഠിന്യം കുറക്കുക. ഒപ്പം മറ്റു പരിഹാരങ്ങൾ വേണമെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പിന്നെ എന്താണ്, പൊതുവെ നമ്മൾ പണ്ടാരോ പറഞ്ഞ പോലെ ആപതീക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ എന്നൊരു ദേവീ സംബന്ധമായിട്ട് ഏറ്റവും വലിയ വാക്ക് ഞാൻ പലതവണ പറഞ്ഞതാണ്. ഒരു എന്താണ് കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് അതിന് മറുപടി കൊടുത്തത്, ആപത്തിൽ നമുക്ക് എന്താണ് രക്ഷ, അമ്മയുടെ പാദങ്ങളെ സ്മരിക്കൂ എന്നാണ്. കാക്കശ്ശേരി കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ വാക്കാണത്, വാചകം. അതായത് ആപതി കിം കരണീയം, ആപത്തിൽ എന്താണ് രക്ഷ, സ്മരണീയം ചരണയുഗളമമ്പായ, അമ്മയുടെ തൃപ്പാദങ്ങളെ സ്മരിക്കൂ. ശരിക്കും പറഞ്ഞാൽ ഭയം സർവത്ര ഗ്രസിച്ചിരിക്കുന്നു നമ്മളെ. ഇപ്പം മിനിഞ്ഞാന്നൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ 4-5 ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളിൽ മൊത്തം എന്താണെന്നും അറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള കുലുക്കം. എല്ലാവരും വീട് വിട്ട് റോഡിലേക്ക് ഓടുന്നു. അപ്പോൾ അത് ഭൂമി കുലുക്കാണോ അതുമല്ല. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ള മനസ്സിലാകാതെ മനുഷ്യരാകെ ടെൻഷൻ അടിക്കുന്നു. ഈ സാധാരണ മനുഷ്യർക്ക് ഭയം, അല്ല ഏത് മനുഷ്യനായാലും പ്രാണഭയം പ്രാണിക്ക് സഹജമാണല്ലോ. പ്രാണഭയം ഇല്ലാത്ത ഒരു പ്രാണിയും ഉണ്ടാവില്ലെന്നാണ്. അത് മൃഗങ്ങൾക്കും മനുഷ്യനുമൊക്കെ തത്തുല്യമായിട്ട് പറയുന്നുമുണ്ട്. അതാണ് ആഹാര നിദ്രാഭയമൈതുനഞ്ച സമാനമേതത് പശുഭിർനരാണാം ജ്ഞാനം നരാണാമധികോ വിശേഷജ്ഞാനേന ഹീന പശുഭിസ്സമാന എന്നൊരു ചൊല്ലുണ്ട്. ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഭയപ്പെടുക, പിന്നെ മൈഥുനത്തിലേർപ്പെടുക, ഇത് 4 മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെയാണ്. അപ്പോൾ അത് മൃഗമായാലും മനുഷ്യനായാലും അതിനകത്ത് വ്യത്യാസമില്ല. ഭയം ഉറപ്പായിട്ടും ഉണ്ടാകും, പ്രാണഭയം. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, കലാമിറ്റി ഉണ്ടാവുമ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു കാഷ്വാലിറ്റിയിൽപ്പെട്ട പോലത്തെ ഒരവസ്ഥ മൊത്തം ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെയുള്ള സമയത്ത് പ്രാർത്ഥന കൂടുതൽ ഗുണം ചെയ്യും. ഒന്നുമില്ലെങ്കിൽ മനസ്സിന് ശക്തി കിട്ടാനെങ്കിലും അത് ഉപകരിക്കും, യാതൊരു സംശയവുമില്ല. കാരണം പൊതുവായിട്ട് വരുന്ന ദുരന്തങ്ങളെ, അത് രാജ്യത്തിന് വരുന്ന ദുരന്തമാണ്, ഇത് വ്യക്തിയുടെ
കണക്കിൽ കൂട്ടിക്കൂടാ. ഒരാളുടെ വ്യക്തിപരമായ ഇപ്പം നമ്മുടെ മുണ്ടക്കൈയിലോ ചൂരൽമലയിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊന്നും അപ്പം മൊത്തമായിട്ടല്ലേ ആൾക്കാർ എല്ലാവർക്കും ഒരേപോലെ ശനി പിഴച്ചതോ ഒന്നും അല്ലല്ലോ. അത് നാടിൻ്റെ ദുരന്തം, അതാണ്, അതിലേക്കാണത് പെടുത്തുക. അത് വ്യക്തിയുടെ ഇതുമായിട്ട് യാതൊരു, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും സൂപ്പർ ടൈമുള്ള ആളുണ്ടാവും, വളരെ മോശപ്പെട്ട ആളുണ്ടാവും, സമയം മോശക്കാരനുണ്ടാവും. പക്ഷെ അതൊന്നും ജനറലായിട്ടുള്ള ഇത്തരം സംഭവങ്ങളെ വ്യക്തികളുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. അത് രാജ്യത്തിന് വരുന്ന ദുരന്തമാണ്. നമ്മുടെ നാട്ടിന് പൊതുവായിട്ട് ഇപ്പം അങ്ങനെയുള്ളൊരു സമയദോഷമുള്ളതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വസുന്ധരായോഗമൊന്നും ഇപ്പോൾ ഇല്ല. സാധാരണ വസുന്ധരായോഗമൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള കുറച്ച് മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുക എന്നൊരു പിന്നെ ഇതുണ്ട്, ജ്യോതിഷ സിദ്ധാന്തമുണ്ട്. അങ്ങനെയുള്ള യോഗമൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ എങ്കിലും കാര്യങ്ങളാകെ പിഴച്ചതായിട്ടാണ് നമുക്ക് സൂക്ഷ്മദൃഷ്ടിയോടുകൂടി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന മാത്രമാണ് ഈ സമയത്ത് കൂടുതൽ മനസ്സിന് ശക്തി കിട്ടാനും മറ്റൊക്കെ ഗുണം ചെയ്യുക. അതിൽ തന്നെ ദേവി ആരാധനയ്ക്ക് പ്രത്യേകതയുണ്ടെന്നും മനസ്സിലാക്കുക. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട്. ഹലോ, കോഴിക്കോട്. കോഴിക്കോട്. ഹലോ. 1961 ഡിസംബർ 11. 1961. ഡിസംബർ 11. ഡിസംബർ 11. 11:49 രാത്രി 11:49. ആരുടേതാണ്? ഭർത്താവിന്റെ. തിരുവോണം നക്ഷത്രം. നടക്കുന്നത് ശനിദശയാണ്. ശനിയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. 22-ന് ശേഷം വളരെ മോശമായ ഒരു സമയമായിട്ടാണ് കാണുന്നത്. ആരോഗ്യപരമായിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടായോ? ഹലോ, എന്തോ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല ഞാൻ. കേൾക്കുന്നുണ്ട്. അല്ല, ആരോഗ്യപരമായിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്ന്? കാലുവേദന അങ്ങനെയല്ല ഉണ്ടായി. അല്ല, അത് പിന്നെ വലിയ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത് ഈ 25 2-ാം മാസം വരെ വളരെ സൂക്ഷിക്കണം. ഒന്ന് ചെക്കപ്പൊക്കെ നടത്തുന്നത് നല്ലതാണ്. നടക്കുമ്പോൾ കിതപ്പോ വേദനയോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കിതപ്പ് അത് നല്ല ലക്ഷണമല്ല. അപ്പം അതൊന്ന് പരിശോധനയൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറയൂ. ഈ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഉള്ള ഈ കാലഘട്ടം, ഈ ഒരു ശരിക്കും പറഞ്ഞാൽ അടുത്ത 2025 മാർച്ച് വരെ ഉണ്ട് ആ ദോഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ട ചെക്കപ്പൊക്കെ നടത്തണം. കോഴിക്കോടൊക്കെ അതിന് പറ്റിയ ഹോസ്പിറ്റലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം അത്തരം അതൊന്ന് ആരോഗ്യ വിഷയത്തിൽ തമാശ കളിക്കാൻ പാടില്ല എന്ന് പറയണം. മറ്റേത് ഈ കാലിൻ്റെ വേദന അതൊക്കെ സാധാരണ ഈ 10-60 കഴിയുമ്പോൾ ഓരോ മനുഷ്യന്മാരൊക്കെ എന്തൊക്കെ ആയിട്ടൊക്കെ വരും. അത്
അത്ര കണക്കിലെടുക്കാനില്ല. അങ്ങനെ ഇപ്പൊ ജോലിയൊന്നുമില്ല. ജോലി കച്ചവടം പൂട്ടി ആയിട്ടുള്ള. കച്ചവടമായിരുന്നു, അത് പൂട്ടിപ്പോയില്ലേ? ആ ഞാൻ പറഞ്ഞല്ലോ, ഈ സമയദോഷം എല്ലാ തരത്തിലും ബാധിക്കുമല്ലോ മനുഷ്യനെ. ആ ഒരാൾക്ക് സമയം പിഴച്ചു കഴിഞ്ഞാൽ പിന്നെ വരുമാനം നിലക്കും, ആരോഗ്യം പാളും, അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള പ്രശ്നങ്ങൾ അയാൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ കടക്കാരനായി മാറും. ആ അതൊക്കെ സർവ്വസാധാരണമാണ്. അത് എന്താണ് പണിയും കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ ഇപ്പം ഇത് രാമൻ്റെ മാസമാണല്ലോ. രാമൻ പോലും കാട്ടിൽ പോയത് ഏരശനി സമയത്താണെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ ഭർത്താവിന് അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ? പിന്നെ കുറേയൊക്കെ പരിഹാരങ്ങളിലൂടെ അതിൻ്റെ കാഠിന്യം കുറക്കാൻ പറ്റും. അത്തരത്തിലുള്ള താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഇപ്പം എല്ലാം ആ കച്ചവടം തീരെ നിന്നിട്ടാണോ ഉള്ളത്? തീരെ പൂട്ടി ഒഴിവാക്കിയിട്ടല്ല. ഒഴിവാക്കി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി അതെന്തായാലും ഇപ്പം ഏതായാലും ഒന്നും തുടങ്ങാനോ ഒന്നും പറ്റുന്ന സമയമല്ല. ഇത് കഴിഞ്ഞാൽ, ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെയും പറ്റും. അതായത് അടുത്ത ഒരു വർഷം കൂടി, 1 വർഷം ഇല്ല, 8 മാസം. 8 മാസം കഴിഞ്ഞാൽ വീണ്ടും സമയത്തിനൊരു മാറ്റം വരും. ആ സമയത്ത് എന്തെങ്കിലും തുടങ്ങിയാലൊക്കെ കുഴപ്പം വരില്ല. മക്കൾക്ക് ജോലി, അതിന് ചെറിയ ജോലിയെല്ലാം, മക്കള് ചെറിയ ജോലിയെല്ലാം ആയിട്ടുണ്ട്. ആവട്ടെ ആവട്ടെ. അത് അങ്ങനെയാണല്ലോ. അച്ഛനിപ്പം ഇവിടെ പ്രായം ആയല്ലോ. ഇനി മക്കളല്ലേ കാര്യങ്ങളെല്ലാം നീക്കേണ്ടത്. 62 വയസ്സ് കഴിഞ്ഞില്ലേ? അല്ല, വീട്ടിന്റെ പണി എന്തെങ്കിലും തുടങ്ങാൻ ഇക്കൊല്ലം സാധിക്കുമോ എന്നുള്ള. അതിപ്പം ലക്ഷണം കാണുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പീരീഡിന് ശേഷം നോക്കാം. അത് ആരെ പേരിലാണ്? ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണോ അതോ നിങ്ങളെ പേരിലോ? അല്ല, എന്റെ പേരില. നിങ്ങളെ പേരിലാണെങ്കിലും കുഴപ്പമില്ല. ഇദ്ദേഹത്തിന്റെ പേരിലാവുമ്പോൾ അത്ര നല്ലതല്ല. 60 വയസ്സ് കഴിഞ്ഞതല്ലേ. നിങ്ങളെ പേരിൽ തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. പണി കുറച്ചെല്ലാം കഴിഞ്ഞതാ. അത് പിന്നെ നിങ്ങളെ ജാതകം നോക്കിയിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റും. അതിപ്പോ ഞാൻ നോക്കുന്നില്ല. നിങ്ങളെനി വീണ്ടും വിളിക്കൂ എന്നെ, അപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, ശരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ദേവി പരമായ പ്രാർത്ഥനയും കർമ്മങ്ങളൊക്കെ പൊതുവെ ദുരിതശാന്തി വരുത്തുന്ന കർമ്മങ്ങളാണ്. ഇങ്ങനെയുള്ള സമയത്ത് അതേപോലെ ദേവിയുടെ സ്തോത്രം, പ്രധാന സ്തോത്രമായ ദേവി മാഹാത്മ്യമൊന്നും എല്ലാവർക്കും അത് അത്ര എളുപ്പമല്ല. പക്ഷേ ലളിതാസഹസ്രനാമം കുറച്ചുകൂടി എളുപ്പമാണ്. അത് കുറച്ച് കാലം ചൊല്ലി കേട്ടിട്ട് അത് ചൊല്ലുമ്പോൾ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ അത് ചൊല്ലുന്ന ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ നിന്നും മനസ്സിലാക്കി ചൊല്ലേണ്ട രീതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അതൊക്കെ ചൊല്ലുന്നതൊക്കെ മനുഷ്യർക്ക് പൊതുവെ ഭക്തന്മാരോടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവരിപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ചിരിക്കുകയല്ലാതെ വേറെ എന്ത് പറയാനാണ്? അത് ചൊല്ലിയതിനെ കൊണ്ട് എന്ത് കാര്യമൊന്നുമല്ലേ അവർ ചിന്തിക്കുക. അവരത് അത്രേ കണക്കിലെടുക്കുള്ളൂ. ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഭക്തന്മാരെയാണ്. അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നു. അപ്പോൾ അത് ഇത്തരം സന്ദർഭങ്ങളിൽ അത് വലിയ രൂപത്തിൽ ഒന്നുമില്ലെങ്കിൽ ശാന്തിയെങ്കിലും പ്രദാനം ചെയ്യും. ഏറ്റവും വേണ്ടത് ഭയമില്ലാത്തൊരു മനസ്സല്ലേ. ഭയരഹിതമായ മാനസിക നിലയാണല്ലോ നമുക്ക് വേണ്ടത്. ഇപ്പം മൊത്തം മൈൻഡ് സെറ്റ് മാറിയിട്ടല്ലേ ഉള്ളത്. ഇനി ആ കൂടെ
ഇനി ഒരു പിന്നെ വിദേശത്തു നിന്നുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണവും കൂടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അതിനുള്ള അത്തരത്തിലുള്ള അതും കൂടി ആകുമ്പോൾ പിന്നെ സാമ്പത്തികമായിട്ടും വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരും അത്തരം സാഹചര്യങ്ങൾ സംജാതമായാൽ. അതൊന്നും പിന്നെ എന്താ പറയുക, രാഷ്ട്രതന്ത്രജ്ഞർ സംസാരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാനൊന്നും രാഷ്ട്രതന്ത്രജ്ഞനൊന്നുമില്ല. എങ്കിലും നമ്മൾ എല്ലാ കാര്യവും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ എന്തൊക്കെയോ ഉരുണ്ട് കൂടുന്നതായിട്ട് തോന്നുന്നു. അതൊരിക്കലും നമ്മുടെ നാടിന് പിന്നെ ഒരു കാലദോഷം വന്ന് ഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. അങ്ങനെ വ്യക്തികൾക്ക് മാത്രമല്ല രാജ്യത്തിനും സമയദോഷമൊക്കെ ഉണ്ടാവും. കേരളത്തിൻ്റെ കാര്യം കുറച്ച് കാലമായിട്ട് പ്രത്യേകം പറയണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞ മൊത്തം രാജ്യത്തിൻ്റെ കാര്യമാണ്. കേരളത്തിന് എന്തോ ഒരു 18 മുതൽ ഇങ്ങോട്ടേക്ക് പൊതുവെ എപ്പോഴും എന്തോ ഒരു ദുരിതം ബാധിച്ച പോലെയല്ലേ. വല്ലാത്തൊരു പ്രളയം മുതൽ ഇങ്ങോട്ട് കോവിഡ് അങ്ങനെ അവസാനം മുണ്ടക്കൈയിലെത്തി നിൽക്കുന്നു. ഇനി ഉള്ളുന്നു കുലുക്കത്തിൻ്റെ. ഇനി കുലുക്കാൻ എപ്പോഴാണ് ശക്തി പ്രാപിക്കുക? പിന്നെ ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ എപ്പോഴാണ് മുല്ലപ്പെരിയാർ പ്രശ്നം ഉണ്ടാക്കുക? ഇതൊന്നും നമുക്ക് പറയാനാവാത്ത രൂപത്തിൽ കാര്യങ്ങൾ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നു. ഇതൊന്നും ജ്യോതിഷി എന്നുള്ള രൂപത്തിലുള്ള പ്രവചനമൊന്നുമല്ല. പിന്നെ കാണിപ്പയ്യൂർ നമ്പൂരി പറഞ്ഞ പോലെ പറഞ്ഞിട്ട് അവസാനം പേരുദോഷം പിടിച്ചു വെക്കാൻ ഞാനില്ല. ഇത് ജ്യോതിഷി എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നതല്ല. ഈ കാര്യങ്ങളെ പഠിക്കുന്ന ഒരു മനുഷ്യൻ, പിന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ പലതും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ജ്യോതിഷത്തിൻ്റെ ബേസിലൊന്നും പറയേണ്ട കാര്യമില്ല. ജ്യോതിഷത്തിൽ ഇങ്ങനെ അത് ഇല്ലെന്നല്ല, സമയത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അത് ഞാൻ പറഞ്ഞ പോലെ രാജ്യത്തിനും ഈ മാറ്റങ്ങൾ ഒക്കെ സംഭവിക്കാറുണ്ട്. അത് ഏതൊരു രാജ്യത്തും, ഇപ്പം അമേരിക്കയിലായാലും പലപ്പോഴും അവിടെയൊക്കെ ഇത് എന്താ പറയുക, അഗ്നിബാധ കൊണ്ടുണ്ടാകുന്ന കാട്ടുതീ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ അവർക്ക് ഭയങ്കരമാണല്ലോ. ജപ്പാനാണെങ്കിൽ എപ്പോഴും ഭൂകമ്പം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ചൈനക്കും ഇതേ അവസ്ഥകൾ നേരിടേണ്ടി വരുന്നു. അതങ്ങനെ ലോകത്തിൽ പൊതുവേ ഉണ്ടാവും. ഇപ്പം പാലസ്തീനിലെ കുഞ്ഞുങ്ങളിങ്ങനെ മരിച്ചു വീഴുന്ന, അത് ഇസ്രായേലും മറ്റേതുമായിട്ടുള്ള യുദ്ധം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. അത് പിന്നെ ലോകത്തിൻ്റെ ഇതാണ്. അത് നമുക്കൊന്നും ചെയ്യാനാവില്ല, നമ്മളെ നിയന്ത്രണത്തിലുള്ള കാര്യവുമല്ല. പക്ഷെ നമ്മൾക്ക് നമ്മളെ നാട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഉത്കണ്ഠാകുലരാകും. അത് നാട്ടിലെ പൗരന്മാരുടെ ഒരു പ്രത്യേകതയല്ല. അത്രമാത്രമേ ഞാൻ പറഞ്ഞതിനെ കണക്കിലെടുക്കേണ്ടതുള്ളൂ. ഒരു കോളുണ്ട്. ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മോറാഴ. ശരി, പറഞ്ഞോളൂ. 18/6/2013 രാവിലെ 11:27. ഇതാരുടേതാണ്? മോന്റെയാണ്. എന്താണ്, ചെറിയ കുട്ടിയാണല്ലോ, എന്താണ് അറിയേണ്ട വിഷയം? അതെ, പഠിപ്പിനെ കുറിച്ചിട്ടാണ്. പഠിപ്പിനൊന്നും മോശം കാണുന്നില്ലല്ലോ, പഠിക്കുന്നില്ലേ? ഇല്ല, ഇപ്പൊ പഠിക്കുന്നില്ല ഒന്നും. ഇത്ര നല്ല ബുധനും ഗുരുവും ശുക്രനൊക്കെ യോഗം ചെയ്ത് നിൽക്കുക, എന്നിട്ട് പഠിക്കുന്നില്ല എന്നാണോ പറയുന്നത്? അതെ. അത് ഇപ്പോൾ രാഹുദശ
കുട്ടിക്ക് ഉണ്ട്. എങ്കിൽ കൂടിയും ഇത് പഠന കാര്യത്തിൽ ഒരു കാരണവശാലും പുറകോട്ട് പോകേണ്ടവനല്ലല്ലോ. തീരെ മോശമാണോ? പഠിക്കാനിരിക്കുന്നില്ല, പറയാൻ പോന്നു. അനുസരണയേ ഇല്ല ഇപ്പൊ. അത് ഒരു ചെറിയ പ്രായത്തിൽ അങ്ങനെ ടീനേജിൻ്റെ തുടക്കത്തിലൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങ് മാറ്റം വരും. അല്ലാതെ ഇതെന്തായാലും പഠിക്കാതെ ആയിപ്പോകുന്ന ഒരുത്തൻ്റെ ജാതകമല്ല ഇത്. പഠിക്കാനും ജോലി കിട്ടാനും ഒക്കെ യോഗമുള്ളവൻ്റെ ജാതകം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഉത്കണ്ഠ കൂടിയിട്ടാണോ കൂടുതലായിട്ടും? അവനങ്ങനെ തീരെ എല്ലാത്തിലും വളരെ മോശമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? അല്ല, ഇപ്പം കുറച്ച് പഠിക്കാൻ പറഞ്ഞാലൊന്നും പഠിക്കുന്നില്ല. ആ, ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ വ്യാഴത്തിൻ്റെ അപഹാരം തുടങ്ങി. അത് രാഹുദശക്ക് ഇങ്ങനെ രാഹുവിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ മോശമുണ്ടാവും. പക്ഷെ ഇപ്പം വ്യാഴാപഹാരം തുടങ്ങി. ഇനി എന്തായാലും മാറ്റം വരും. ഇനി അടുത്ത ഇത് മുതൽ കുറച്ചെല്ലാം വ്യത്യാസങ്ങൾ വരും. പിന്നെ നിങ്ങൾ മൂകാംബികയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഒന്ന് അവിടെ പോകുന്നത് നല്ലതാണ്. വിദ്യാദേവതയല്ലേ. ആ, ഒന്ന് കുട്ടിയെ ഒന്ന് മൂകാംബികയിൽ കൊണ്ടുപോയിട്ട് അവിടെ ത്രിമധുരമൊക്കെ കഴിപ്പിക്കുക. പിന്നെ ആ ത്രിമധുരം കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഇവൻ സേവിക്കുന്നതും നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ മാറ്റങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പഞ്ചസാര കൊണ്ട് തുലാഭാരം തൂക്കുന്നതും നല്ലതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ആക്കുക. പിന്നെ വേറെ എന്തെങ്കിലും പരിഹാരങ്ങളോ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം. അതിലും വലിയ മാറ്റങ്ങളുണ്ടാവും. പിന്നെ സരസ്വതി മന്ത്രമൊക്കെ ജപിക്കുന്നതൊക്കെ വിദ്യക്ക് വളരെയേറെ ഗുണപ്രദമാണ്. അതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഏതെങ്കിലും ഒരു സംഗതി ഒരു ദോഷം വന്നാൽ ഒരു രോഗത്തിന് മരുന്നുണ്ടാവുമല്ലോ. ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. എപ്പോഴും നമ്മൾ ഒരേപോലെ ചിന്തിക്കണ്ടല്ലോ. എല്ലാ ഭാഗവും നമുക്ക് നോക്കിക്കൂടെ? അങ്ങനെ നോക്കിയാൽ അതിൻ്റെ ഗുണം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ദേവീ മഹാത്മ്യത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് 11-ാം അധ്യായത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് നമ്മൾ ഹംസയുക്തി വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംബക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ. ഈ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി പറയാനുള്ളത് തൃശൂലചന്ദ്രാഹിതരി മഹാവൃഷഭവാഹിനി മഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. തൃശൂലം ധരിച്ചവൾ മഹേശ്വര ശക്തിയുടെ രൂപത്തോടുകൂടി തൃശൂലത്തെയും ചന്ദ്രക്കലയെയും, അതായത് ശിവൻ്റെ രൂപം, എല്ലാ ദേവന്മാരുടെയും ദേവിക്ക് എല്ലാ ദേവന്മാരും അവരുടെ ആയുധങ്ങൾ നൽകുകയും അത് മുഴുവൻ ദേവി സ്വീകരിക്കുകയും അവരുടെ ചൈതന്യവും ശക്തിയും ദേവിയിലേക്ക് ആവാഹിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത്. അത് അപ്പോൾ ശിവരൂപം, ശിവൻ്റെ നമുക്ക് ചിന്തിക്കുമ്പോൾ ചന്ദ്രക്കലയും ഈ ഇതുമില്ലാത്ത ശിവനെ, പിന്നെ തൃശൂലവും ഇല്ലാതെ ശിവനെ നമുക്ക്, പിന്നെ പാമ്പും, ഇത് മൂന്നും ഇല്ലാതൊരു ശിവനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇത് മൂന്നും പിന്നെ ശിവൻ്റെ പ്രധാന സാധനങ്ങളായിട്ട് പറയപ്പെടുന്നു. അതെനിക്ക് ഒരു സ്വന്തം നിലയിലൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു ശിവൻ്റെ വിഗ്രഹം, നടരാജ വിഗ്രഹം എൻ്റെ ഭവനത്തിലുണ്ട്. സാധാരണ ഈ ഷോക്കേസിൽ വെക്കുന്ന പോലെയല്ലോ ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നത്. അത് പൂജിക്കുന്ന വിഗ്രഹമാണല്ലോ. അപ്പോൾ അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അവളുടെ പിതാവിനോടൊപ്പം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ സൂര്യദോഷമുണ്ട്, 7-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട്, അത് കല്യാണത്തിന് തടസ്സമാണ്. അപ്പോൾ നിങ്ങളൊരു വെള്ളിയുടെ ചന്ദ്രക്കല ശിവക്ഷേത്രത്തിൽ കൊടുത്തേക്കുമെന്ന് പറഞ്ഞു.
അവർ പിന്നെ ഉടനെ തന്നെ പണമൊക്കെ ഏൽപ്പിച്ചു. എറണാകുളത്ത് നിന്ന് വന്ന ടീമാണ്. എന്ത് കാരണത്താലോ ഈ ചന്ദ്രക്കല വാങ്ങാൻ അവർ വന്നില്ല. ഒരു എന്താണ് സംഭവം എന്നും അറിയില്ല. അവർ എറണാകുളത്ത് വന്നവർ പിന്നെ എന്നെ ബന്ധപ്പെട്ടുമില്ല. പിന്നെ ഞാൻ പിന്നെ മോതിരമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞതാണ്, അതൊക്കെ ഏൽപ്പിച്ചതാണ്. പിന്നെ ആ അച്ഛനും മകളും പിന്നെ വന്നേയില്ല. കുറച്ച് ദിവസം ഇങ്ങനെ അവരെ പറഞ്ഞ ഡേറ്റൊന്നും കഴിയാതെ കാത്ത് നിന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇനി ഇത് വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഭഗവാൻ ശിവൻ ശരിക്കും പറഞ്ഞാൽ എന്നെ കൊണ്ട് പൈസ ചിലവാക്കിക്കാതെ അവിടെ ഒരാളെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഞാനതെടുത്തിട്ട് എൻ്റെ നടരാജൻ്റെ മേലെ വെക്കുകയും ചെയ്തു തലയിൽ. അപ്പോൾ ഞാനതിനെ കുറിച്ച് അത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ശിവന് പൂർണ്ണത വേണമെങ്കിൽ വിഗ്രഹത്തിൽ തന്നെ നാഗത്തിൻ്റെ രൂപം നടരാജ വിഗ്രഹത്തിലുണ്ടാവും. ശിവൻ താണ്ഡവമാടുന്ന രൂപമാണ് കോസ്മിക് ഡാൻസ് എന്ന് പറയുന്നു. ആ കോസ്മിക് ഡാൻസാണ് ഈ പ്രപഞ്ചത്തിൻ്റെ താളം എന്നും പറയുന്നു. അപ്പോൾ അതിന് പൂർണ്ണത വേണമെങ്കിൽ ഈ ചന്ദ്രക്കല വേണം. ശിവൻ്റെ ഏതൊരു കാര്യത്തിനും അതാണ് ചന്ദ്രക്കല. അത് ശിവലിംഗത്തിലാവട്ടെ ശിവൻ്റെ വിഗ്രഹത്തിലാവട്ടെ എവിടെയായാലും ഈ ചന്ദ്രക്കലയില്ലാത്ത ശിവൻ അപൂർണനാണ്. അപ്പോൾ ഞാൻ അത്രമാത്രം അങ്ങോട്ട് ചിന്തിച്ചില്ല. അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കല എനിക്കുണ്ടായി കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ദൈവിക വിഷയത്തിൽ എത്രയോ ലക്ഷങ്ങളും മുടക്കിയ ഒരാൾ എന്നുള്ള രൂപത്തിൽ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ പണത്തിൻ്റെ ഒരു കാര്യവും നോക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയം എന്തോ വിട്ടുപോയി. അത് ഭഗവാൻ തന്നെ അത് ശരിയാക്കി. ഇപ്പം നിങ്ങൾക്ക് വന്നാൽ കാണാം, എൻ്റെ നടരാജൻ്റെ മേലെ വെള്ളി ചന്ദ്രക്കല കാണാം. അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തലപ്പുറത്തുനിന്നാണേ. തലശ്ശേരി. പറയൂ. 16/2/1989. സമയം പറയൂ. ഉച്ചക്ക് 2:48. 2:48. ആരുടേതാണെന്നും പറയൂ. ചേച്ചീന്റെ മകന്റെയാണ്. എന്താണ് അതിന്റെ കല്യാണ കാര്യം? എനിക്ക് തോന്നി കല്യാണം തന്നെയാ പറയാൻ. പിന്നെ ജോലി. കല്യാണം 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകമാണ്. അഷ്ടമാധിപനായ ശനി 7 നിൽക്കുകയാണ്. കല്യാണത്തിന് വലിയ കാലതാമസം വരുമെന്ന് പറയുന്നു. പിന്നെ ഇപ്പം നടക്കുന്നത് ശനിയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് രാഹു ആണെങ്കിൽ 9ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് അത്ര നല്ലതല്ല. അത് നാഗദോഷം ആയിട്ട് തന്നെയാണ് പറയുക. അതൊക്കെ പിന്നെ 7ാം ഭാവാധിപൻ അനിഷ്ടസ്ഥാനത്ത് 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും കല്യാണ സംബന്ധമായിട്ട് ദോഷം ചെയ്യും. ശുക്രനാണെങ്കിൽ മറഞ്ഞു നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കല്യാണം നടന്നു കിട്ടാൻ കുറച്ച് പാട് തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പം കല്യാണം നടക്കുന്നില്ല. ഇനി ഇത്തരം ഗ്രഹസ്ഥിതിയും കൂടി വന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വലിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞേ? തളിപ്പറമ്പ്. അപ്പോൾ തളിപ്പറമ്പാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള, ഇയാൾ ജോലി ഇപ്പം ചെയ്യുന്നില്ലേ? ജോലി ചെയ്യുന്നുണ്ട് അവര്. അതിലും വലിയ ഇതൊന്നുമില്ല അല്ലേ? അത് അഷ്ടമാധിപനായ ശനിയുടെ ദശയാണല്ലോ, തിരുവാതിര നക്ഷത്രം. ഇത് കഴിയാതെ
ഈ ശനി വിട്ടുപോകാതെ ഇയാൾക്കൊരു പുരോഗതി ഉണ്ടാവില്ല. ആ അത് വിട്ടുപോകാൻ കൊറേ 29 പൂർണ്ണമായിട്ട് വിട്ടുപോവുള്ളൂ. ഇല്ല. 2029 5 കൊല്ലവും കൂടി ഉണ്ട്. ആ പക്ഷെ കല്യാണം അതുവരെ ഒന്നും തള്ളി വെക്കാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോഴേക്കും വയസ്സ് 40 ആവില്ലേ. ആ ഇപ്പോഴാണെങ്കിൽ മൊത്തത്തിൽ പെൺകുട്ടികൾക്ക് പ്രശ്നമില്ല. കല്യാണം കഴിഞ്ഞ് ഉപേക്ഷിച്ചതായാലും 2 മക്കളുണ്ടായാലും യാതൊരു പ്രശ്നവുമില്ല. ആണിനാണ് പെണ്ണിനെ കിട്ടാത്തത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ. പെണ്ണിന് പ്രശ്നമില്ല, പെണ്ണിന് ഇഷ്ടം പോലെ. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണത്തോടും വലിയ താല്പര്യമില്ല, അത് വേറെ കാര്യം. പക്ഷെ ആണിനാണിപ്പം പ്രശ്നം പെണ്ണിന് കിട്ടാൻ. ഇവിടെ നിങ്ങളെ മകൻ്റെ ജാതകത്തിലാണെങ്കിൽ വളരെയേറെ, ഞാൻ തമാശ പറഞ്ഞതല്ല, വളരെ സീരിയസ് ആയ ദോഷങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതങ്ങനെ നീർക്കോലി കടിച്ചാൽ മാത്രമേ പിന്നെ നമുക്ക് ഇത് വലിയ കാര്യം അത്താഴം മുടങ്ങുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഇത് മൂർഖനാണ് കടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കാര്യമായിട്ട് നോക്കിയില്ലെങ്കിൽ സംഗതി കുഴപ്പമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ രാജരാജേശ്വരൻ്റെ അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ജാതകപ്രകാരം വിവാഹ സംബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് നേരിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം. പുറത്തേക്ക് പോകണമെന്നും ഉണ്ട്. അത് എല്ലാത്തിനും ഞാൻ ഈ പറഞ്ഞ കാര്യം ഇപ്പം ഈ രാഹുവിൽ ശനിയിൽ രാഹുവിൻ്റെ അപഹാരം എന്ന് പറയുമ്പോൾ പിന്നെ അത് ജ്യോതിഷം മനസ്സിലാക്കിയവർക്ക് അറിയാം. കുറച്ച് ഇത്തരം മോശം രാഹുവും കൂടി ആയതുകൊണ്ട് എല്ലാം ചുറ്റിക്കളിയായിട്ട് വരും. ഇപ്പം വിദേശത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അതും തടസ്സം തന്നെയാണ് വരിക. അത് മൊത്തത്തിൽ എല്ലാത്തിനും പരിഹാരം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് എന്നെ വിളിക്കൂ. ഓക്കെ. ഈ നമ്പർ തന്നെ ഇവിടെ കാണുന്നില്ലേ? പരിപാടി കാണുന്നില്ല. ഇതെന്നെ നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഈ 9388504419. മറ്റേ നമ്പർ വിളിക്കേണ്ട നമ്പറിലൊന്നും വേറെയല്ലേ, അത് നിങ്ങൾ ആ നമ്പറിലാണല്ലോ ഇപ്പം വിളിക്കുന്നത്. ഇതെന്നെ ബന്ധപ്പെടാനുള്ള നമ്പർ ഈ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ശിവൻ്റെ രൂപം ചന്ദ്രക്കലയും ഈ പിന്നെ ഇതും പാമ്പും ത്രിശൂലവും. അപ്പോൾ ദേവിക്ക് ആയുധമായിട്ട് ത്രിശൂലമുണ്ട്, ദേവിയുടെ കിരീടത്തിൽ ചന്ദ്രക്കലയുണ്ട്. അതാണ് പിന്നെ ദേവിയെക്കുറിച്ചുള്ള അത്. പിന്നെ ഇതിൻ്റെ അകത്ത് സിന്ദൂരാരുണ വിഗ്രഹം എന്നുള്ള ആ ധ്യാനസ്തോത്രത്തിലൊക്കെ ദേവിയുടെ കിരീടത്തിലുള്ള ചന്ദ്രക്കലയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ചന്ദ്രക്കല അത് ശിവനെയും ദേവിയെയും രണ്ടായിട്ട് കാണുന്നത് തന്നെ വിടുതരമാണെന്നാണ്. ശിവശക്തി, അതാണ് ആ മന്ത്രത്തിന് ഏറ്റവും പവറുണ്ട് എന്ന് പറയുന്നതാണ്. നമ ശിവായ ശിവായേ നമ. അത് സ്ത്രീകൾ ഓംന്ന് ചേർക്കാതെ ജപിക്കണമെന്നാണ്. അത്ര കാരണം ഓംന്ന് കൂട്ടി ജപിച്ചാൽ അതിൻ്റെ ശക്തി സ്ത്രീക്ക് താങ്ങില്ല എന്നാണ് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിന് സ്ത്രീകളെയും പുരുഷന്മാരെയും 2 തട്ടിലാക്കി എന്നൊന്നും പറയണ്ട. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആചാര്യന്മാർ പാരമ്പര്യമായിട്ടിങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് പറയുന്നു. അതിൽ ഞാൻ ശരിതെറ്റുകളൊന്നും ഞാൻ എൻ്റേതായ രൂപത്തിൽ കൂട്ടിച്ചേർക്കലൊന്നുമില്ല. എന്താണോ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പലതരത്തിലുള്ള ആചാര്യന്മാരുമുണ്ട്, സ്വയം പ്രഖ്യാപിത ആചാര്യന്മാർ. അത്തരത്തിലുള്ള ആചാര്യന്മാരുടെ അടുത്തൊക്കെ പെട്ടുകഴിഞ്ഞാൽ പരസ്യം കണ്ടിട്ട് അത്തരം ആചാര്യന്മാരുടെ അടുത്തൊന്നും പോയിട്ട് പെട്ടുപോലെ. 27 ക്ഷേത്രമൊക്കെ വെച്ചിട്ട് പണം ഉണ്ടാക്കുന്ന ആളുണ്ട്. 27 പ്രതിഷ്ഠയെ എന്താ ചെയ്യുക? അതൊക്കെ അയാൾക്ക് കുറേ ഗുണം ചെയ്യുന്നല്ലാതെ അവിടെ മൊത്തം പാക്കേജും ഉണ്ടെന്നാണ് പറയുന്നത്. മൊത്തം ക്ഷേത്രത്തിലും ആരുമില്ലാതെ ആരുമില്ല. എല്ലാ മൂർത്തികളെയും 27 പെടുത്തിയിട്ട്
എന്നിട്ട് പാക്കേജായിട്ടാണ് പരിപാടി. 27 ആൾക്കും തേങ്ങയും അടിക്കാൻ പറയും. 27 ആൾക്ക് തേങ്ങ അടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ആയില്ലേ 540 ഉറുപ്പ്യ. ഒരു തേങ്ങക്ക് 20 ഉറുപ്പ്യ തോതിൽ കിട്ടിയില്ലേ അമ്പലം നടത്തുന്നവന്. അത് നിങ്ങൾ 27 ആൾക്കും അടിച്ചാലേ ഗുണം കിട്ടുമെന്ന് പറയും. അപ്പോൾ 27 ആൾക്കും പാവം ഭക്തൻ അവന് ഇതെവിടെയാണ് രക്ഷ എന്ന് വിചാരിച്ചിട്ട് പോകുന്നു. ഒരു തേങ്ങ ഗണപതിക്ക് അടിക്കാൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 27 സ്ഥലത്തും അടിക്കണമെന്ന് പറയുന്നത് എന്തെന്നാണ് കാര്യം? അപ്പോൾ സംഭവം ബിസിനസ്സാണ്. ആ ബിസിനസ് ഇപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട്. അന്നേരം ചോദിക്കും നമ്മൾ ചെയ്യുന്നില്ലേ, ബിസിനസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും എന്നോടും. ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അത് ഗതിയില്ലാത്തവനെ പിന്നെ ഉപദ്രവിക്കുന്നില്ലല്ലോ. പണമുള്ളവൻ മോതിരം മേടിച്ചോളൂ എന്ന് പറയുന്നത് അതിലെന്താ തെറ്റ്? അത് പണമുള്ളവനല്ലേ മേടിക്കുന്നുള്ളൂ. ഇത് എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലുന്നവനോട് പിന്നെ 27 ആൾക്കും അടിക്കണമെന്ന് പറഞ്ഞാൽ അവനില്ലാതെ പൈസ കൊണ്ടല്ലേ അടിക്കുന്നത്. രണ്ടും രണ്ടല്ലേ. നമ്മളാരെയും അങ്ങനെ അത്തരത്തിലുള്ള പണിയെടുക്കുന്നില്ലല്ലോ. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് മുഖവും വെലിങ്ങനെ വികൃതമാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറ്റിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ മുഖം വികൃതമാകാൻ തുടങ്ങുമല്ലോ. അത് ഉറപ്പല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. തൃശൂലചന്ദ്രാഹിതരെ മഹാവൃഷഭവാഹിനി. വൃഷഭം എന്ന് പറഞ്ഞാൽ സിംഹം തന്നെ. മഹാവൃഷഭം മഹത്തായ സിംഹത്തിൻ്റെ പുറത്താണ്. അല്ലെങ്കിൽ തന്നെ ദേവിയുടെ വാഹനമാണല്ലോ. മൂകാംബികയിൽ ഉത്സവത്തിന് കൊടികയറുമ്പോൾ സിംഹത്തിൻ്റെ ചിത്രം കയറും. അത് ശബരിമല അയ്യപ്പന് പിന്നെ കുതിര പോലെ. അത് കടുവയല്ല, അല്ല പുലിയല്ല, അയ്യപ്പൻ്റെ വാഹനം കുതിരയാണ്. അപ്പോൾ അതേപോലെ ഈ ഇവിടെ ദേവിയുടെ ഈ വാഹനം സിംഹമാണ്. സിംഹം സംഹാരത്തിൻ്റെ സിമ്പലും കൂടിയാണ്. അതാണ് കാളി രൂപം അങ്ങനെയാണെന്ന് പറയുന്നത്. അത് മൂന്നും ദേവിയുടെ പ്രധാന ഭാവങ്ങളായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ തൃശൂലയന്ത്രാഹിതര മഹാവിഷു മാഹേശ്വരി സ്വരൂപേണ, ആ മാഹേശ്വരി സ്വരൂപത്തിലിരിക്കുന്ന നാരായണി നിനക്ക് നമോഭാഗം. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇത് പൊതുവായിട്ട് ചെറുങ്ങനെ ഒന്ന് പറഞ്ഞു തരാൻ മാത്രമേ ഇങ്ങനെയുള്ള പരിപാടിയിലൂടെ സാധിക്കുള്ളൂ. വിശദമായി പഠിക്കേണ്ടവർ അതിനുള്ള ആചാര്യന്മാരെയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യുക. ഏതായാലും നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും പിന്നെ അതേപോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്കും, പ്രത്യേകിച്ചും ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുമ്പോൾ രത്നക്കല്ലുകളൊക്കെ ധരിക്കുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു സമ്പ്രദായമാണ്. അതൊക്കെയാണ്. മറ്റു വേറെ വേണ്ടാത്ത ഒരു പരിഹാര കർമ്മങ്ങളും ഞാനൊന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നുമില്ല. പിന്നെ ക്ഷേത്രങ്ങളിലേക്ക് ആളുകളെ പറഞ്ഞു വിടുക, ചില പ്രത്യേക ക്ഷേത്രങ്ങളിലുള്ള കർമ്മങ്ങൾ ഇതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അതൊക്കെയാണ് ചെയ്യിക്കുന്നത്. ഒപ്പം ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വരാൻ കഴിയാത്തവർക്ക് ഓൺലൈനിൽ പൈസ അയച്ചുകൊണ്ട് അങ്ങനെയും ഫലങ്ങൾ അറിയാം. പരിഹാരം ചെയ്യേണ്ടവർക്ക് അങ്ങനെ ബുക്ക് ചെയ്ത് നേരിട്ട് വന്നിട്ട് അങ്ങനെയും ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഏതായാലും എല്ലാവരെയും ഭയത്തിൽ നിന്നും പരാശക്തി മോചിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.